പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2024-25 അധ്യയന വർഷത്തിൽ ബികോം അഡീഷണൽ സ്പെഷ്യലൈസേഷന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അവരുടെ 5ാമത്തെ സെമസ്റ്റർ പരീക്ഷയാണ് ഇപ്പോൾ നടക്കേണ്ടത്. 2024-25 അധ്യയന വർഷത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബികോം അഡീഷണൽ സ്പെഷ്യലൈസേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ 2023-2022 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ട് 5ാമത്തെ സെമസ്റ്റർ പരീക്ഷ കിട്ടാതെ പോയവരോ അല്ലെങ്കിൽ എഴുതാൻ കഴിയാതിരുന്നവരോ ആയിട്ടുള്ള ആളുകളുടെ സപ്ലിമെൻ്ററി പരീക്ഷ, 5ാമത്തെ സെമസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷ ഇപ്പോഴാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ടൈം ടേബിൾ അനുസരിച്ച് നവംബർ 19, 21 തീയതികളിലാണ് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ 13-ാം തീയതി മുതൽക്കുള്ള പരീക്ഷകളെല്ലാം തന്നെ പുനഃക്രമീകരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരീക്ഷകളെല്ലാം 26-ന് ആരംഭിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ബികോം അഡീഷണൽ സ്പെഷ്യലൈസേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷ 28, 29 തീയതികളിലാണ് വരേണ്ടത്. നവംബർ 28, 29 തീയതികളിലാണ് പരീക്ഷ വരേണ്ടത്. ബികോം അഡീഷണൽ സ്പെഷ്യലൈസേഷൻ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് എന്ന പേപ്പറാണ് എഴുതാനുള്ളത്. ബാങ്കിങ് സ്പെഷ്യലൈസേഷൻ എടുത്തിരിക്കുന്ന ആളുകൾക്ക് ബാങ്കിങ് സർവീസ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന പേപ്പറാണ് എഴുതാനുള്ളത്. കോഓപ്പറേഷൻ സ്പെഷ്യലൈസേഷൻ എടുത്തിരിക്കുന്ന ആളുകൾക്ക് കോഓപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന പേപ്പറാണ് എഴുതാനുള്ളത്. ഈ പേപ്പറുകൾ നവംബർ 28-ാം തീയതിയാണ് നടക്കുന്നത്. നവംബർ 29-നാണ് 2ാമത്തെ പേപ്പർ നടക്കുന്നത്. അതായത് ഫിനാൻസ് എടുത്തിരിക്കുന്ന ആളുകൾക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന പേപ്പർ എഴുതണം. ബാങ്കിങ് സ്പെഷ്യലൈസേഷൻ എടുത്തിരിക്കുന്നവർ ഇൻഷുറൻസ് മാനേജ്മെൻറ്റ് എന്ന പേപ്പറാണ് എഴുതാനുള്ളത്. കോഓപ്പറേഷൻ സ്പെഷ്യലൈസേഷൻ എടുത്തിരിക്കുന്നവർ ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കോഓപ്പറേറ്റീവ്സ് എന്ന പേപ്പറുമാണ് എഴുതാനുള്ളത്. അത് നവംബർ 29-ാം തീയതിയാണ്. അപ്പം ബികോമിൻ്റെ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ്റെ ഫസ്റ്റ് പേപ്പർ നവംബർ 28-നും സെക്കൻഡ് പേപ്പർ നവംബർ 29-നുമാണ് നടക്കുന്നത്. പരീക്ഷാ സമയം ഉച്ചയ്ക്ക് 1:30 മുതൽ 4:15 വരെയാണ്, 4:15 വരെയാണ്. 2.5 മണിക്കൂറാണ് എക്സ്റ്റേണൽ പരീക്ഷ എഴുതാനുള്ളത്. ഇൻറ്റേർണൽ 15 മിനിറ്റുമാണ്. അങ്ങനെ 2.25 മണിക്കൂറാണ് പരീക്ഷാ സമയം. 1:30 പരീക്ഷ ആരംഭിച്ച് 4 മണിക്ക് നിങ്ങളെ എക്സ്റ്റേണലിൻ്റെ പരീക്ഷ അവസാനിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഇൻറ്റേർണൽ ക്വസ്റ്റ്യൻ പേപ്പർ തരും. ബാക്കി വരുന്ന 15 മിനിറ്റാണ് നിങ്ങൾ ഇൻറ്റേർണൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യേണ്ടത്. ഇത് സാധാരണ ദിവസങ്ങളിലാണ് ഇങ്ങനെ. വെള്ളിയാഴ്ചകളിലാണെങ്കിൽ 2 മണിക്കാണ് പരീക്ഷ ആരംഭിക്കുക. 2 മണി മുതൽ 4:30 വരെയാണ് സമയം ഉണ്ടാവുക. ആ സമയത്താണ് നിങ്ങൾ എക്സ്റ്റേണൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് പിന്നീട് 15 മിനിറ്റ് ആ സമയത്തേക്ക് ഇൻറ്റേർണലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തരും. ആ സമയത്ത് 20 ചോദ്യങ്ങളുള്ള ഇൻറ്റേർണൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക. അതിൽ 20 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 4 ഉത്തരങ്ങൾ തരും. അതിൽ ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് ഇൻറ്റേർണൽ മാർക്ക് നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള രീതി. അതിൻ്റെ ഇൻറ്റേർണൽ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഞാൻ ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ അറിയിച്ചാൽ അത് ഞാൻ അയച്ചു തരുന്നതാണ്. ഓക്കെ. അപ്പം ബികോം അഡീഷണൽ സ്പെഷ്യലൈസേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകൾ നവംബർ 28, 29 തീയതികളിലാണ് നടക്കുന്നത്. പരീക്ഷാ കേന്ദ്രം നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലാണ് ഉണ്ടാവുക. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പരീക്ഷാ കേന്ദ്രത്തിലൊന്നും മാറ്റമില്ല. നേരത്തെ ഹാൾ ടിക്കറ്റ് നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതായിരിക്കും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഉപയോഗിച്ചാൽ മതി. പരീക്ഷാ കേന്ദ്രത്തിലൊന്നും മാറ്റമില്ല. നേരത്തെ ഏത് സെൻറ്ററിലാണോ നിങ്ങൾക്ക് കിട്ടിയിരുന്നത് ആ സെൻറ്ററിൽ തന്നെ പോയിട്ടാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത്. ഹാൾ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആളുകൾ അവിടെ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ട് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അതുകൂടി ചെയ്തിട്ട് വേണം പരീക്ഷാ ഹാളിൽ പോകാൻ. ഓക്കെ.